ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മൾ ഓണം എത്തിയില്ല. ഓണം എത്തിയപ്പം നമുക്ക് ഇച്ചിരി മുല്ലപ്പൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതേ കുറേ വർഷങ്ങളായി മേടിച്ചിട്ട് ഇപ്പോഴാണ് ഇതുകൊണ്ടുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ 2-3 ടിഷ്യൂ പേപ്പർ ഇവിടെ വെച്ചിട്ട് പോയി മാർക്കറ്റ് പെണ്ണ അലമ്പിയ കൊള്ളത്തിലാർക്കെങ്കിലും വേണ്ടവർ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇതിപ്പം ചുളുങ്ങിയിരിക്കും, അതുകൊണ്ടാണ് ഒന്ന് വിരിച്ച് കൊടുത്ത ശേഷം അതേ ഇങ്ങനെ നമ്മൾ സാരിയുടെ പ്ലേറ്റ് എടുക്കുന്ന കണക്ക് ഒന്ന് ഇങ്ങോട്ട് എടുക്കണം, ഒരു പ്ലേറ്റ്. അത് കഴിയുമ്പോൾ അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് വന്നു. അങ്ങനെ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കുക. അത് ഇങ്ങനെ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്ക് വേഗം ഇത്തിരി മുല്ലപ്പൂ ഉണ്ടാക്കാം. പൂവിനൊക്കെ എന്തൊരു വിലയാണ്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എടുത്തിരുത്. ഇങ്ങനെ പ്ലേറ്റായിട്ട് നമ്മൾ സാരിയുടെ പ്ലേറ്റ് എടുക്കുന്ന കണക്ക് ആ പ്ലേറ്റ് ഓരോന്നുമായിട്ട് നമ്മൾ എടുത്തു കൊടുക്കണം. ഓരോ പ്ലേറ്റായിട്ട് നമ്മൾ ഒന്ന് വിരൽ വെച്ച് ഇങ്ങനെ മാറിക്കോ കുഞ്ഞാ. എടുക്കുന്ന പ്ലേറ്റ് എല്ലാം ഓരോ അളവായിരിക്കണം കേട്ടോ. എല്ലാം സെപ്പറേറ്റ് അളവായി പോയാൽ നമ്മുടെ പൂവിൻ്റെ ഇതളുകൾ മറക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് റെഡിയായാലേ നമ്മൾ പൂ റെഡിയാവൂ. അപ്പോൾ ഇത് ഓരോന്നും ഇനി അടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് അടുത്ത അളവൊന്നുമില്ല, ഏകദേശം കട്ട് ചെയ്യുന്ന അളവിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് അമർത്തി പിടിച്ചോണം കട്ട് ചെയ്യുമ്പോൾ. ഇങ്ങനെ തന്നെ 2-3 നമ്മൾ കട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ ഈ കട്ട് ചെയ്ത് തോരണം എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. ഇതും അങ്ങനെ തന്നെ നമ്മളൊന്ന് ഈ ഷേപ്പ് ബാക്കിയാണ് നമ്മൾ പൂ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും വെച്ചാണ് നമ്മൾ പൂ ഉണ്ടാക്കാൻ പോകുന്നത്. കുഞ്ഞ് ഇത് മായൊക്കെ വീഡിയോ എടുക്കുന്നതാണ്, നീ മറിക്കേ. ഇത് ഇങ്ങനെ നമ്മളെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടൊന്ന് പിരിച്ച് വെച്ച് കൊടുക്കുക. നമുക്ക് ഇത്രയും വേണ്ട, ഇത്രയും മതി. ഇത്രയും വെച്ച് കാണിച്ചത് ചെറിയൊരു ഇങ്ങനെ അത് തന്നെ പ്ലേറ്റ് എടുക്കുക. നമ്മൾ പൂവിൻ്റെ ചെറുതായിട്ട് പ്ലേറ്റ് എടുക്കുക. ഇത് കൊടുക്കുക. നമുക്ക് വേണ്ടത്രയും വെച്ച് പൂവിൻ്റെ ഒരു ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പൂ അതേപോലെ ഇപ്പുറത്ത് പിടിക്കുമ്പോൾ ഇപ്പുറത്തും കൂടി ശരിയാക്കി വേണം പിടിക്കാൻ. അത് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ചെയ്തപ്പം ഇപ്പുറത്ത് ശരിയാവാത്ത പോലെ ഇപ്പുറത്തും അപ്പുറത്ത് ശരിയാവുന്ന രീതിക്ക് വേണം നമ്മൾ പൂ റെഡിയാക്കാൻ കേട്ടോ. ഇത് നമ്മളിത് കലക്കി ഒരു പച്ച കളർ വരാൻ വേണ്ടി നമ്മൾ പശയും കളറും കൂടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പച്ച നമുക്കൊന്ന് ഇങ്ങനെ പിടിച്ച് ഇതിലൊന്ന് പുരട്ടി കൊടുക്കുക. അത്രയും ഇങ്ങനെയൊന്ന് ചുരുട്ടി കൊടുക്കുക. അത്രയും ഒരു പച്ച കളറ് വരണം. അതുവരെ നമ്മളൊന്ന് ചുരുട്ടി
നമ്മുടെ പൂവിൻ്റെ ഇതളൊക്കെ ഒന്ന്, പൂ അധികം വിരിഞ്ഞാലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ പൂ. ഇതിലെന്തോരം കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതെ, അങ്ങനത്തെ അത്. അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഇതാണ് നമ്മുടെ മുല്ലപ്പൂ. ഇത് നമ്മളിനി കോർത്തെടുക്കണം. ഇതിങ്ങനെ സൂചി, അപ്പം നമ്മളിങ്ങനെ നൂല്, ഒരു പച്ച നൂല് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. വേറെ നൂല് നമ്മൾ എടുത്തിട്ടുണ്ട്. വെള്ള നൂലില്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ച നൂല്. അത് നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് ഇവിടെ കെട്ടിട്ട് കൊടുക്കുക. തിരുമ്മ വെച്ച് നന്നായിട്ട് തിരുമ്മ. ഇത്തിരി പശയും കൂടെ തേച്ച് ഇത് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാവുള്ളേ. ഇത് ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയില്ലെങ്കിൽ കീറിപ്പോ വലിക്കുമ്പോൾ. അതിന് മുന്നേ നമ്മൾ ഇച്ചിരി പശ തേച്ചിങ്ങനെ കൊടുക്കണം. ഇങ്ങനെ പശ നമ്മൾ ഈ പശ എടുത്തേക്കണം. തേച്ച് തേച്ച് കൊടുത്താൽ ഇത് ഉണങ്ങുമ്പം വിട്ട് വിട്ട് വരാതിരിക്കാനാണ് നമ്മൾ. ഇതിങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഉണങ്ങിയിട്ടില്ല, ഒന്ന് കോർത്ത് നോക്കട്ടെ. ഉണങ്ങിയാലേ കോർക്കാനുള്ളൂ. അപ്പം നമ്മളിത് പൂത ഇത്രയും കെട്ടിയിട്ടുണ്ട്. ഇത് കെട്ടുന്ന ഭയങ്കര പാടാണ്. ഇത് ഓഫാക്കി കുഞ്ഞു. അപ്പം നമ്മുടെ പൂ തീർന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുല്ലപ്പൂ. ഇങ്ങോട്ട് വന്നെടുക്കേ. ഇതാണ് നമ്മുടെ മുല്ലപ്പൂ. ഇതിലേക്ക് എടുക്കേ. ഇത് മതി ഇനി കുഞ്ഞായിക്ക് തലയൊക്കെ.